നോക്കാം. ഭരണമില്ലെങ്കിലും സഭയിൽ ഇത്തവണയും MLA-മാരെ ചട്ടം പഠിപ്പിക്കുന്ന സഖാക്കൾ. നിയമസഭാ സാമാജികർക്കുള്ള ഓറിയന്റേഷൻ ക്ലാസുകളിൽ ഭൂരിഭാഗവും എടുക്കുന്നത് ഇടതുപക്ഷ നേതാക്കളാണ്. KK ശൈലജ, P രാജീവ്, MP രാജേഷ്, VS സുനിൽകുമാർ, N ജയരാജ് എന്നിവരാണ് ക്ലാസുകൾ നയിക്കുക. ഭരണപക്ഷത്തു നിന്ന് ക്ലാസ് എടുക്കാനുള്ളത് മന്ത്രി CP ജോൺ മാത്രമാണ്. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, MLA-മാരിൽ ഇപ്പോൾ കന്നി MLA-മാരിൽ ഭൂരിഭാഗവും UDF-ന്റെ MLA-മാരാണ്. അവരെ ഏതായാലും കാര്യങ്ങൾ പഠിപ്പിക്കാൻ എത്തുന്നത് LDF-ന്റെ മുതിർന്ന നേതാക്കളാണല്ലേ. തീർച്ചയായും അതൊരു കൗതുകമുണ്ടാകും. അതിനപ്പുറം നിയമസഭയിലെ ചട്ടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ ഓറിയന്റേഷൻ ക്ലാസ്സിൽ പ്രധാനമായും വരിക അല്ലേ? വിവിധ അക്കാഡമിക്കായി ക്ലാസ് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആളുകളെ നിയമസഭാ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുത്തതാണ് എന്ന് കരുതാം. പക്ഷേ അതിനകത്ത് ഒരു കൗതുകമുണ്ട്. കൗതുകം എന്ന് പറയുമ്പോൾ ആകെ 7 ക്ലാസ്സാണ് നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന സെഷനിലുള്ളത്. 7-ൽ 5 ക്ലാസ്സും എടുക്കുന്നത് LDF-ന്റെ നേതാക്കളാണ്. 3 പേർ CPIM-ന്റെ നേതാക്കളാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജയുണ്ട്, ഒപ്പം P രാജീവ് ഉണ്ട്, MP രാജേഷ് ഉണ്ട്. ഈ 3 ആളുകൾ ക്ലാസ് എടുക്കുന്നു. CP ജോൺ ആണ് UDF-നെ പ്രതിനിധീകരിച്ചുള്ളത്. CP ജോൺ ക്ലാസ് എടുക്കുമ്പോൾ ആ സെക്ഷനിൽ അധ്യക്ഷനായിട്ടുള്ളത് KN ബാലഗോപാലാണ് എന്ന പ്രത്യേകതയുണ്ട്. പിന്നീട് പ്രൊഫസർ N ജയരാജ് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. മറ്റൊന്ന് VS സുനിൽകുമാറാണ്. VS സുനിൽകുമാർ കഴിഞ്ഞ 2-3 തവണയായി നിയമസഭയിൽ എത്തിയിട്ടില്ല. അദ്ദേഹം മത്സര രംഗത്തില്ലായിരുന്നു. അദ്ദേഹവുമാണ് ക്ലാസ് എടുക്കാനുള്ളത്. ഇതിനകത്ത് രസകരമായ കാര്യം, KK ശൈലജ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ആ സെക്ഷനിൽ അധ്യക്ഷൻ വഹിക്കുന്നത് ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തി മന്ത്രിസഭയിലെത്തിയ KPCC പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫാണ് എന്ന പ്രത്യേകതയുണ്ട്. VT ബൽറാം, MP രാജേഷ് ക്ലാസ് എടുക്കുമ്പോൾ അത് കേൾക്കാൻ VT ബൽറാം ഇരിക്കുന്നു. N ജയരാജ് ക്ലാസ് എടുക്കുമ്പോൾ റോണി, അവിടെ ജയരാജിനെ പരാജയപ്പെടുത്ത റോണി അവിടെ ഇരിക്കുന്നു എന്നതടക്കമുള്ള കൗതുകം കൂടി, അത്തരം ദൃശ്യങ്ങൾ കൂടി അല്ലെങ്കിൽ വീഡിയോകൾ കൂടി നാളെ നമുക്ക് കാണാം. രസകരമായ ഒരു കാഴ്ചയാണ്. പക്ഷേ ഇതിനകത്ത് വിവാദത്തിന്റെ കാര്യമൊന്നുമില്ല. അവർ അക്കാദമിക്കായി അതിന് പറ്റിയ ആളുകളെ തെരഞ്ഞെടുത്തത് ആണെന്നാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും കൗതുകമുള്ള കാര്യം തന്നെയാണ് അത് എന്നതിൽ തർക്കമില്ല. നാളെയും മറ്റന്നാളുമായാണ് MLA-മാർക്കുള്ള ഓറിയന്റേഷൻ നടക്കുന്നത് തിരുവനന്തപുരം.